തിയേറ്ററുകളെ തീ പിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തീ ആളിക്കത്തിക്കുന്ന കാട്ടുതീ പോലെ പടരുന്ന ഹൗസ്ഫുൾ പെരുമഴയോടെ പോകുന്ന എമ്പുരാനാണെന്ന് പറയാം. അതെ, ഇത് സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആദ്യം മണിക്കൂറുകളിൽ ടിക്കറ്റ് വിറ്റുപോകുന്ന സിനിമയായി മാറിയിരിക്കുന്നു ബുക്ക് മൈ ഷോയിലൂടെ. അതായത് 96,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് ആദ്യം മണിക്കൂറിൽ ഈ സിനിമയ്ക്ക് വിറ്റുപോയത്. അതായത് ടിക്കറ്റ് ബുക്കിംഗ് അങ്ങോട്ട് തുടങ്ങി 15 മിനിറ്റ് പോലും, ആദ്യം മണിക്കൂറെന്നല്ല ആദ്യം മിനിറ്റുകൾ എന്നാണ് പറയേണ്ടത്, ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റുകളാണ്. എങ്ങും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. പലയിടത്തും ഇപ്പോൾ മാറി ചാര കളറിലേക്ക് മാറിയിരിക്കുന്നു. അതെ, എല്ലാം ഹൗസ്ഫുൾ ഷോസിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രണ്ട് റോയിലോ നിലത്തിരുന്നോ കാണാൻ ആളുകൾ റെഡിയാണ്. ബോക്സ് ഓഫീസ് തീ 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 എന്ന് തന്നെ പറയാം. ടിക്കറ്റ് എങ്ങും കിട്ടാനില്ല. അത് തന്നെയാണ് മോഹൻലാൽ പവർ എന്നുള്ളത്. അതെ, ദ ഹയസ്റ്റ് അവർലി പ്രീ സെയിൽ റെക്കോർഡും തകർത്ത് ഈ സിനിമ നോക്കുമ്പോൾ ഒരാൾക്ക് പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. അതായത് പല തിയേറ്ററുകളിലും അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് വലിയ ക്യൂ. പണ്ട് കാലങ്ങളിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന അതേ ഒരു ഫീൽ ഇന്ന് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിട്ട് പോലും അത് ഒരു രക്ഷയുമില്ല. അത്രത്തോളം ഭീകരമായിട്ടാണ്. ആദ്യ മിനിറ്റുകളിൽ നമുക്ക് ഓറഞ്ചും റെഡും ഒക്കെ കാണാൻ കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ചാരം. അതായത് ഒരു പക്ഷേ ഇതൊരു റെക്കോർഡായിരിക്കാം. ഇറങ്ങുന്ന ഒട്ടുമിക്ക അല്ലെങ്കിൽ ഇതുവരെയുള്ള ഷോകളിലെല്ലാം തന്നെ 99% അങ്ങനെ തന്നെ നിൽക്കുന്നു. പുതിയ ഷോകൾ ആഡ് ചെയ്യാൻ കാത്തിരിക്കുക, അപ്പം തീരുക, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നു. എന്താണെങ്കിലും തരംഗമായി മാറുകയാണ്. റെക്കോർഡാണ്, ഒരു രക്ഷയുമില്ല. അതായത് ആദ്യ ദിനം പ്രീസെയിലൂടെ മാത്രം കേരളത്തിൽ 10 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ള ലക്ഷണത്തിൽ തന്നെയാണ് സിനിമയുടെ കാര്യങ്ങൾ നടക്കുന്നത്. കാത്തിരിക്കാം. നിങ്ങളുടെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾക്കും അതേപോലെ കമൻസുകൾക്കുമായി അതാ എമ്പുരാൻ തീയിൽ ബോക്സ് ഓഫീസ് ആളിക്കത്തിപ്പടർന്ന് ചാമ്പലാകുന്ന ആ ഒരു കാര്യം തന്നെയാണ് കാണാനുള്ള നമ്മുടെ വീഡിയോസ്. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽസലാം.